ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ക്ഷണമുണ്ട്. അതിനൊപ്പമാണ് മോദിയെയും വിളിച്ചിട്ടുള്ളത്. എന്നാൽ ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പ്രധാനമന്ത്രിക്ക് പകരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ലോകത്തെ പ്രധാന സമാധാന സമ്മേളനമാണ് ഈജിപ്തിൽ നടക്കാൻ പോകുന്നത്. അതിൽ നരേന്ദ്രമോദി പങ്കെടുത്താൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള അവസരവും ലഭിക്കും. ഇന്ത്യക്കെതിരെ 50% ചുങ്കം ചുമത്തിയ ട്രംപ് അടുത്തിടെ നിലപാടിൽ അല്പം മയം കൊണ്ടുവന്നിട്ടുണ്ട്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്നാണ് ഈ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഇരുവരും ചേർന്നാണ് മോദിയെ ക്ഷണിച്ചിരിക്കുന്നത്. അവസാന നിമിഷമാണ് പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിച്ചത് എന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പങ്കെടുക്കാത്തതുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി സമാധാന ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണം പല റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷണക്കത്ത് ലഭിക്കാൻ വൈകിയതാണ് എന്നാണ് അറിയുന്നത്. ഉച്ചകോടി നടക്കുന്നത് ഒക്ടോബർ 13-നാണ്. പ്രധാനമന്ത്രിക്ക് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽ സിസിയിൽ നിന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും ക്ഷണം ലഭിച്ചത് ഒക്ടോബർ 12-നാണ്. അതായത് ഉച്ചകോടിക്ക് തലേ ദിവസം എന്നർത്ഥം. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വിദേശ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായ യാത്രാ ക്രമീകരണങ്ങളും മറ്റ് ഔദ്യോഗിക ഒരുക്കങ്ങളും നടത്താൻ ഈ കുറഞ്ഞ സമയം മതിയാകില്ല. എന്നതുകൊണ്ടാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ വിദേശ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിനെ അയക്കാൻ തീരുമാനിച്ചത്. കൂടാതെ ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരമൊരു ബഹുമുഖ ഫോറത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇന്ത്യയുടെ ഉന്നതതല പങ്കാളിത്തം ഒഴിവാക്കിയതാകാനും സാധ്യതയുണ്ട്. എങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നില്ല എങ്കിലും ഇന്ത്യയുടെ നയതന്ത്രപരമായ സാന്നിധ്യം ഉറപ്പാക്കാനാണ് കേന്ദ്ര സഹമന്ത്രിയെ അയക്കുന്നത്. ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിലെ പ്രധാന ലക്ഷ്യം ഇസ്രായേലും പലസ്തീൻ സായുധ വിഭാഗമായ ഹമാസും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണ്. ഗാസ മുനമ്പിൽ തുടരുന്ന സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ മുന്നോട്ടുവച്ച ഗാസ സമാധാന പദ്ധതിക്ക് ഔദ്യോഗികമായി അന്തിമരൂപം നൽകുക, അതിന്റെ അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക തുടങ്ങിയവയ്ക്കാണ് ഈ ഒരു ഉച്ചകോടിയുടെ ലക്ഷ്യം. നിലവിൽ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനുള്ള നടപടികൾ ഉറപ്പാക്കുകയും കരാറിന്റെ ആദ്യഘട്ടം വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്യുക, ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ മാനുഷിക സഹായം എത്തിക്കുന്നത് വർദ്ധിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ഏകോപിപ്പിക്കുക, മധ്യേഷ്യയിൽ ദീർഘകാല സമാധാനവും സുരക്ഷയും സ്ഥിരതയും കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുക എന്നിവയും ഇന്നത്തെ ഉച്ചകോടിയിൽ ചർച്ചയാവും. ചുരുക്കത്തിൽ ഈജിപ്ത്, US, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി ഉറപ്പിക്കാനും ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ, അതായത് ഭരണം, നിരായുധീകരണം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ലോക നേതാക്കൾ ചേർന്ന് ചർച്ച ചെയ്യാനും വേണ്ടിയാണ് ഈ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസ വെടിനിർത്തൽ നിലനിൽക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധകാലത്തെ മികച്ച പ്രധാനമന്ത്രിയാണ് എന്നും ട്രംപിന്റെ പ്രശംസയിലുണ്ട്. ഇസ്രായേലിലേക്ക് തിരിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രതികരണം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താൻ തീർത്തുവെന്ന് ട്രംപ് ഈ അവസരത്തിലും അവകാശപ്പെട്ടു. സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസ് ഇന്ന് ബന്ദികളെ വിട്ടയക്കും. ഇസ്രായേൽ പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും. ഇസ്രായേലിലാണ് ട്രംപിന്റെ ആദ്യ സന്ദർശനം. ഇതിനായി തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ട്രംപ് യാത്ര തിരിച്ചു. വിപുലമായ സ്വീകരണമാണ് US പ്രസിഡന്റിന് ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പാർലമെന്റിനെ ട്രംപ് അഭിസംബോധന ചെയ്യും. ബന്ദികളുടെ കുടുംബാംഗങ്ങളെയും ട്രംപ് സന്ദർശിക്കും. അതിനുശേഷം ട്രംപ് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞാണ് ഗാസയിലെ സമാധാന ഉച്ചകോടി. 20 ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിലാണ് ഇന്നത്തെ ഉച്ചകോടി നടക്കുന്നത്.